ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോണു? അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടു, സ്മാർട്ട് മണി വീഡിയോസ് ഇട്ടു, അതൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപാട് പേര് നമ്മളോട് ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഏത് ബ്രോക്കറെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴും ഡൗട്ട്. അത് നന്നായി ശ്രദ്ധിച്ച് മാത്രം സെലക്ട് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് പറയാറുള്ളതാണ്, ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമുക്ക് നന്നായി പഠിച്ച് നല്ല നോളേജ് നേടി നന്നായി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ എടുത്ത പ്രോഫിറ്റൊക്കെ നമ്മുടെ ബ്രോക്കറിൻ്റെ ചതി കാരണം പോവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഒരുപാട് ഞാൻ പ്രത്യേകിച്ച് പറയാം, GCCയിലൊക്കെ, അതായത് ദുബായിലൊക്കെയാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നതും ബ്രോക്കറുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നതും. സോ എപ്പോഴും ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്ത് നിങ്ങളെ ഇതിലേക്ക് വരും, ഇത്ര എമൗണ്ട് ഇടും, പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡൊന്നും യൂസ് ചെയ്ത് ആരും എമൗണ്ട് ഇടാതെ ഇരിക്കുക. സോ നമ്മളിതൊക്കെ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയി രജിസ്റ്റർ ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് ഇൻസ്റ്റയിലോ മെസ്സഞ്ചറിലോ വാട്സപ്പിലോ എങ്ങനെ വേണമെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ചിട്ട്. ടെലഗ്രാം ചാനൽ ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തു. നമ്മൾ ഉടനെ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, അതിൽ എനിക്ക് കുറച്ച് എൻ്റെ മറ്റ് തിരക്കുകൾ കാരണം ശ്രദ്ധിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിൽ കുറേ സ്പാമായിട്ടുള്ള ആക്ടിവിറ്റീസ് വന്നു. കുറേ ആളുകൾ അതിൽ കയറി നമ്മുടെ പേരിൽ ഫേക്ക് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, മറ്റ് സർവീസുകൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പോയി ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് അവർക്ക് ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് 4 ലക്ഷം രൂപ വരെയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പലരും വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഫേക്കാണ്. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണൽ സർവീസ് ആർക്കും ചെയ്ത് കൊടുക്കുന്നില്ല. വീഡിയോസ് അല്ലാതെ, അതുപോലെ നമ്മുടെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാതെ വേറൊരു സർവീസും ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും എടുത്തു പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും പൈസ വാങ്ങിയിട്ടുള്ള സർവീസുകൾ കേൾക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് പോവുകയാണ്. സോ അങ്ങനെ ഒരുപാട് സ്പാം ആക്ടിവിറ്റീസ് വന്നതുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തത്. നമ്മൾ ഉടനെ അതൊന്നും ഇല്ലാത്ത രീതിക്ക് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കൂട്ടിയിട്ട് നമ്മൾ ഉടനെ മറ്റൊരു ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് അതിലെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ അത് അറിയിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് ടെലഗ്രാമിൽ തന്നെ. അപ്പോൾ അതുവരെ നിങ്ങളത് ജോയിൻ ചെയ്യുക. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രോക്കർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് പറയാൻ തന്നെയാണ്. ബ്രോക്കറെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇപ്പോഴും ഡൗട്ടുണ്ട് ബ്രോക്കറേജിനെ കുറിച്ചിട്ട്. അതായത് എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടോ, എന്തൊക്കെ ചാർജാണ് ട്രേഡ് ചെയ്യുമ്പോൾ വരുന്നത്, ലോട്ട് മാറ്റുമ്പോൾ ചാർജിൽ മാറ്റമുണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. സോ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്. കാരണം ഹിഡനായിട്ട് പിടിക്കുന്നുണ്ടോ, എന്തെങ്കിലും കള്ളത്തരാണോ ഈ ചാർജ് പിടിക്കുന്നത്, എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. സോ അതൊക്കെ നമുക്കിത് ക്ലിയർ ചെയ്യാം. പല ബ്രോക്കർക്കും പല ടൈപ്പിലായിരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഓരോ ബ്രോക്കർക്കും ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് MT5ലും ബ്രോക്കറിലും എല്ലാം ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്കത് നോക്കാം. നമുക്ക് ബ്രോക്കറേജിൻ്റെ കാര്യങ്ങൾ നോക്കാം. ബ്രോക്കറേജ് ഓരോ അക്കൗണ്ട്സ്, അതായത് ഓരോ ബ്രോക്കേഴ്സിലും ഓരോ ടൈപ്പാണ്. ഓരോ അക്കൗണ്ട്സിലും നമുക്കറിയാം, ഒരു ബ്രോക്കറിൽ തന്നെ പല രീതിക്ക് അക്കൗണ്ടുകളുണ്ട്. അതിനൊക്കെ പല ടൈപ്പായിരിക്കും ചാർജസ് വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ FXTMD എടുത്ത FXTMD എനിക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്കും ഇതുപോലെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ലോഗിൻ ചെയ്തിട്ട് നോക്കാം. അതെല്ലാം നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്മൾ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ മെയിൽ ID യും പാസ്വേഡും എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെയൊരു ഡാഷ്ബോർഡ് കാണും. ഇതിൽ ഓപ്പൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ പലതരത്തിലുള്ള അക്കൗണ്ടുകൾ കാണാം. അപ്പോൾ FXTMലാണെങ്കിൽ മൈക്രോ, അഡ്വാൻറ്റേജ് പ്ലസ്, ഇങ്ങനെ 3 ടൈപ്പാണ് അക്കൗണ്ട് ഉള്ളത്. സോ ഓരോ അക്കൗണ്ടിനും ഓരോരോ പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പോൾ മൈക്രോ അക്കൗണ്ട് ആണെങ്കിൽ ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷനാണ്. അഡ്വാൻറ്റേജ് പ്ലസിന് മാർക്കറ്റ് എക്സിക്യൂഷനാണ്.
സോ അതുപോലെ തന്നെ മൈക്രോയ്ക്ക് $10 മിനിമം ഡെപ്പോസിറ്റ് മതി. അഡ്വാൻറ്റേജ് അക്കൗണ്ട് കിട്ടണമെങ്കിൽ $500 എങ്കിലും മിനിമം ഡെപ്പോസിറ്റ് ചെയ്യണം. അഡ്വാൻറ്റേജ് പ്ലസ് ആണെങ്കിലും $500 തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം. സോ എന്താണ് മൈക്രോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $10 തൊട്ട് തുടങ്ങാം. ഇവിടെ പ്ലാറ്റ്ഫോം MT4 മാത്രമേ അവൈലബിൾ ഉള്ളൂ. MT4 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ USCയിലാണ് കാണിക്കുക. ഇതിൽ FXTയുടെ കാര്യത്തിൽ സെൻറ്റിലാണ് കാണിക്കുക. യൂറോ USDക്ക് പകരം USC ആണ്. അതുപോലെ GBC ആണ്, ബ്രിട്ടീഷ് പെന്നി, അതുപോലെ യൂറോ സെൻറ്റ്, നൈജീരിയൻ കോബോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം സെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ $100 ഡെപ്പോസിറ്റ് ചെയ്താലും കാണിക്കുക 10,000 എന്നാണ് ബാലൻസ് കാണിക്കുക. 10,000 അതായത് സെൻറ്റിലാണ്. 10,000 സെൻറ്റ് എന്ന് പറയുന്നത് $100 സോ അത് അവരങ്ങനെയാണ് കാണിക്കുക. കുറച്ച് വലുതായിട്ട് കാണിക്കും. നമ്മൾ $100 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചുരുങ്ങിപ്പോണ്ട. സോ അവർ ആ രീതിക്കാണ് അത് കാണിക്കുന്നത്. സെൻറ്റ് അക്കൗണ്ടാണ്. ഇനി 0 കമ്മീഷനാണ്. കമ്മീഷനൊന്നും പ്രത്യേകിച്ചില്ല. ടൈറ്റ് സ്പ്രെഡാണ്. സ്പ്രെഡ് കുറവാണ് എന്നാണ് ഇവർ പറയുന്നത്. എത്രത്തോളം സ്പ്രെഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ, സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ബ്രോക്കർ ചാർജ് എന്ന് പറയുന്നത്, ആദ്യത്തെ ബ്രോക്കറേജ് എന്ന് പറയുന്നത് ഒന്ന് സ്പ്രെഡാണ്. അതായത് നമുക്കറിയാം, നമ്മൾ സ്പ്രെഡിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബേസിക് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണുക. ബ്രോക്കർ ചാർജാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് MT4 MT5 ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഓരോ പെയേഴ്സിൻ്റെയും നേരെ നമുക്ക് സ്പ്രെഡുകൾ കാണാൻ പറ്റും, 5, 6, 7 എന്നൊക്കെ. അപ്പോൾ ആ സ്പ്രെഡ് വളരെ കുറവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. അപ്പോൾ അങ്ങനത്തെ ടൈറ്റ് സ്പ്രെഡാണ് എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കിയാൽ ആണ് അറിയാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് കമ്മീഷനൊന്നുമില്ല, വേറൊരു കമ്മീഷനൊന്നുമില്ല. സ്പ്രെഡ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിൽ എന്താണ്. പിന്നെ അതുപോലെ തന്നെ ഫോറക്സ് കറൻസീസ്, മെറ്റൽസ്, കമ്മോഡിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യാം. ഇൻഡെക്സ്, സ്റ്റോക്ക് പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, ഇവിടെ അൾട്രാ ടൈറ്റ് സ്പ്രെഡാണ്, പ്ലസ് കമ്മീഷനും കൂടി ഉണ്ട്. MT4 MT5 യൂസ് ചെയ്യാം. $500 മിനിമം വേണം. ഞാൻ നോർമലി എടുക്കുന്ന അക്കൗണ്ട് അഡ്വാൻറ്റേജ് അക്കൗണ്ടാണ്. അൾട്രാ ടൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആസ് ലോ ആസ് 0, അതായത് 0ൻ്റെ അത്ര സ്പ്രെഡ് ചില സമയത്ത്. അതെ, യൂറോ USD പോലത്തെ പെയർ, ഗോൾഡിലൊക്കെ കുറച്ച് ചെറിയ സ്പ്രെഡ് കാണാം. പക്ഷേ യൂറോ USD പോലത്തെ പെയറിലൊക്കെ മിക്ക സമയത്തും 0 സ്പ്രെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു സ്പ്രെഡേ ഉണ്ടാവുള്ളൂ. പകരം ഇവിടെ ഒരു ഫിക്സ്ഡ് കമ്മീഷനാണ് വരുന്നത്. കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ലോട്ട് അനുസരിച്ച്, നമ്മുടെ ഇക്വിറ്റിയൊക്കെ അനുസരിച്ച് $0.4 to $2 വരെ കമ്മീഷൻ വരുന്ന ഇവർ പറയുന്നുണ്ട്. അപ്പം നോർമലി ഞാനൊരു $1,000 ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 1 ലോട്ട് എടുക്കുകയാണെങ്കിൽ $4 കമ്മീഷൻ. അപ്പം 0.1 ലോട്ടിലാണ് ഞാൻ സാധാരണ ട്രേഡ്. എനിക്ക് $0.4 കമ്മീഷൻ വരുന്നത്. 0.1 ലോട്ടിൽ $0.4 FXTMൽ എനിക്ക് കമ്മീഷൻ വരുന്നത്. സോ ബാക്കിയെല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെയാണ്. പിന്നെ കമ്മീഷനും ഇല്ല. സ്പ്രെഡ് കുറച്ച് സ്പ്രെഡ്, അൾട്രാ ടൈറ്റ് അല്ല, ചെറിയൊരു സ്പ്രെഡ് എന്നുള്ള രീതിയിൽ വരുന്നതാണ് അഡ്വാൻറ്റേജ് പ്ലസ്. അപ്പോൾ ഇവിടെ കമ്മീഷൻ ഇല്ല, പകരം സ്പ്രെഡ് ഇവിടെ അഡ്വാൻറ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലായിരിക്കും. സോ എനിക്കിവിടെ കമ്മീഷൻ കൊടുത്താലും സ്പ്രെഡ് കുറവ് വരുന്ന അക്കൗണ്ടുകളാണ് താല്പര്യം. കാരണം അതാകുമ്പോൾ നമ്മൾ ബൈയും സെല്ലിട്ടാൽ പ്രോഫിറ്റിലേക്ക് വേഗം കയറും. നല്ല സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത്രയും മാറി കയറണ്ടേ, ആ ലോസ് കവർ ചെയ്ത് കയറണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻറ്റേജ് അക്കൗണ്ട് എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. സ്പ്രെഡ് കുറവാണ്, പക്ഷേ കമ്മീഷൻ ഒരു $0.1ന് $0.4. പക്ഷേ $0.1ന് എൻ്റെ സ്ട്രാറ്റജികൾ അനുസരിച്ചിട്ട് എന്തായാലും ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുമ്പോൾ $0.4 കമ്മീഷൻ കൊടുത്താലും കുഴപ്പമില്ല. സോ ഇതാണ് വരുന്നത്. ഇനി ഇത് കൂടാതെ വല്ല ഹിഡൻ ചാർജസ് ഉണ്ടോ ചോദിച്ചാൽ, പിന്നെ ഒരു ചാർജ് വരുന്നത് സ്വാപ്പ് ചാർജാണ്. സ്വാപ്പ് ചാർജ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ബേസിക് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓവർനൈറ്റ് ഹോൾഡിംഗ് ചാർജാണ്. സോ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്വാപ്പ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഒരു 2-3 ഡേയ്സ് നമുക്ക് സ്വാപ്പ് ചാർജുകളൊന്നും വരില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ചാർജ് പിടിക്കും. അതും നമ്മുടെ ലോട്ട് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. ചെറിയ രീതിയിൽ ഓരോ ബ്രോക്കറിലും ഓരോ ടൈപ്പായിരിക്കും. ചെറിയൊരു 0.1 ഒക്കെ ആണെങ്കിൽ 0.3, 0.3 എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ രീതിയിൽ ചാർജസ് പിടിക്കാൻ തുടങ്ങും. അതും നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ ഈ 3 കമ്മീഷനുള്ള അക്കൗണ്ട് ആണെങ്കിൽ കമ്മീഷൻ, സ്പ്രെഡ്, ബ്രോക്കർ ചാർജ് കൂടാതെ ടാക്സ് ആയിട്ടോ, കുറേ പേർക്ക് ഡൗട്ടാണ് ടാക്സ് ആയിട്ട് പിടിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും പിടിക്കേണ്ടതോ, അങ്ങനെ ഒന്നും പിടിക്കുന്നില്ല. ഇങ്ങനെ 3 ചാർജസ് മാത്രമേ
പിടിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നതാണ്. നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ പിടിക്കുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും ഇപ്പോൾ $1 എന്ന് പറഞ്ഞത് 83 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വിഡ്രോവും ചെയ്യുമ്പോൾ ചെറിയ ചേഞ്ചസ്, അതായത് നമുക്കത് ഫോറക്സ് എക്സ്ചേഞ്ച് റേറ്റുകൾ കൊടുക്കേണ്ടി വരും. 83 ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ 82.5 ആണ്. അത് ഓരോ ബ്രോക്കറിലും ഓരോ രീതിക്കാണ്. ചില ബ്രോക്കറിൽ 81 ആണ്, ചില ബ്രോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 92 ചാർജ് ഡെപ്പോസിറ്റ് ചെയ്യണം. വിഡ്രോ ചെയ്യുമ്പോൾ അതുപോലെ 91 റേഞ്ചിൽ കിട്ടും. സോ അങ്ങനെയുള്ള ബ്രോക്കറുണ്ട്, XNS പോലത്തെ ഉള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കും. ആ ഒരു ചാർജസും ഉണ്ട് എല്ലാവരിലും, വേറെ ഒരു ചാർജസും ഇല്ല. നമുക്ക് ജസ്റ്റ് XNSലും കൂടി എക്സാമ്പിൾ നോക്കാം. സോ XNSലും ഇതുപോലെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യാണ്. നമ്മുടെ മെയിൽ ID-യും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാണ്. സോ ഇവിടെയും നമ്മൾ ഒരു ഓപ്പൺ ന്യൂ അക്കൗണ്ട് കൊടുത്തു നോക്കാം. സോ ഓപ്പൺ ന്യൂ അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? പല ടൈപ്പ് അക്കൗണ്ട് വന്നു. അവിടെ നമുക്ക് മൈക്രോ, അഡ്വാൻറ്റേജ് പ്ലസ് എന്നാണെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഇവിടെ സ്റ്റാൻഡേർഡ്, പ്രോ, സ്പ്രെഡ്, 0 അങ്ങനെ നമുക്ക് കിട്ടി. സോ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇത് റെക്കമെൻഡ്, ഇവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, മോസ്റ്റ് പോപ്പുലർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ $1 വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം മിനിമം. മറ്റൊടുത്ത് 10 ആണെങ്കിൽ ഇവിടെ മിനിമം $1 ഉണ്ട്. സ്പ്രെഡ് എന്ന് പറയുന്നത് 0.2 വെച്ചിട്ട് സ്പ്രെഡ് സ്റ്റാർട്ട് ചെയ്യും, 0.2 പിപ്പ് വെച്ചിട്ട് സ്പ്രെഡ് സ്റ്റാർട്ട് ചെയ്യും. കമ്മീഷനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പ്രോയാണ് ഞാൻ നോർമലി എടുത്തിരിക്കുന്നത്. പ്രോയിൽ $500 ആണ് ഡെപ്പോസിറ്റ്. ഇവിടെ എന്താണ് സ്ലിപ്പേജ് കുറവാന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്പ്രെഡ് 0.1 ഉള്ളൂ, 0.1 പിപ്പേ സ്പ്രെഡ് ഉള്ളൂ, കമ്മീഷനൊന്നുമില്ല. ഇനി റോ സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഇവിടെയും 500 ആണ് മിനിമം. സ്പ്രെഡ് തീരെയില്ല, പക്ഷെ ഇവിടെ കമ്മീഷനാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ $3.5 വരെ കമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്പ്രെഡ് തീരെയില്ല, പകരം $3.5 വരെയാണ് കമ്മീഷൻ. ഒരു ലോട്ടിന് $3.5 വരെയൊക്കെ കമ്മീഷൻ പോവാം എന്ന് പറയുന്നുണ്ട്. ലോട്ട് അനുസരിച്ച് ഓരോരോ ഇത് കമ്മീഷൻസ് മാറും. ലോട്ടും വോളിയും ഇക്വിറ്റിയും നമ്മുടെ ട്രേഡ് മീൻസ് പെയറും എല്ലാം അനുസരിച്ച് മാറും. പിന്നെ 0 അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ടാണ്. അവിടെയും 0 ആയിരിക്കും സ്പ്രെഡ് വരുന്നത്. കമ്മീഷൻ 0.2 ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ് സ്പ്രെഡ് ഫോർ 95% ഓഫ് ദ ട്രേഡിംഗ് ഡേ ഓൺ 30 പെയർസിൽ 30 പെയർസിൽ 95%ഉം നമുക്ക് 0 സ്പ്രെഡ് കിട്ടും. അപ്പോൾ ചില പെയർസിലൊക്കെ ചില സമയങ്ങളിലൊക്കെ സ്പ്രെഡ് മാറിയിരിക്കും, എന്നാലും മോസ്റ്റ്ലി 0 ആണ്. 0.2 വരെ കമ്മീഷൻ വരുന്നുള്ളൂ, 0.2 വരെ കമ്മീഷൻ വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഓരോ അക്കൗണ്ടും ചാർജസ് ഇത്രയായിരിക്കും. പക്ഷേ ഇത് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യും. ഇവിടെയും സാപ്പിൻ്റെ ചാർജ് പിന്നെ വരാം. പിന്നെയുള്ളത് എന്താണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ചാർജസുകൾ കൂടിയാണ്. പക്ഷെ ഓരോ അക്കൗണ്ടും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യണം. അതിൻ്റെ ഡെമോകൾ കിട്ടും. ആ ഡെമോ എടുത്ത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ ഏതെടുക്കുമ്പോഴാണ് ഈസി, ഏതെടുക്കുമ്പോഴാണ് വേറെ എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ ഇത് 3 വരെയാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. 3.50 കറക്റ്റ് 3 എന്നല്ല. അപ്പോൾ ചിലപ്പോൾ ഓരോ പെയറിനും ചിലപ്പോൾ ചെറിയ ലോട്ടിൽ തന്നെ 3 വരാം, വലിയ ലോട്ടിൽ 3 വരാം, അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ചിലപ്പോൾ കമ്മീഷൻ സ്പ്രെഡ് 0 എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ട്രേഡ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചാർജസിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത കാര്യത്തിൽ ചില കറൻസി പെയേഴ്സിന് ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡെമോ എടുത്ത് നോക്കുക. ഏറ്റവും നല്ല അക്കൗണ്ട് ഏതാണോ തോന്നിയത് അതെടുക്കുക. സോ XNSൽ എനിക്ക് പ്രോ അക്കൗണ്ട് നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പ്രോ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. FX ടൈമിൽ ഞാൻ അഡ്വാൻറ്റേജ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ തന്നെ ഓരോ ബ്രോക്കേഴ്സിലും നിങ്ങൾ ഓപ്പൺ അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ചാർജസ്. വേറെ ഹിഡൻ ടാക്സ് ആയിട്ട് നോർമലി ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള കുറച്ച് നല്ല ബ്രോക്കേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വേറെ ഹിഡൻ ആയിട്ടൊന്നുമില്ല. സോ ബ്രോക്കറേജിനെ കുറിച്ച് ആ ഹിഡൻ ചാർജസിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഹിഡൻ ആയിട്ടുള്ള ചാർജസ് ഒന്നുമില്ല. ഒരു ജെനുവിൻ ആയിട്ടുള്ള ബ്രോക്കർ ആണെങ്കിൽ അവർ എല്ലാം പറഞ്ഞിട്ടാണ് ഇത്ര ചാർജസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ചാർജസ്, സ്വാപ്പ് ചാർജ്, അതുപോലെ തന്നെ സ്പ്രെഡ്, കമ്മീഷൻ, ഇതൊക്കെ അവർ
തുറന്ന് കാണിച്ചിട്ട് തന്നെ ആയിരിക്കും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, വേറെ ചാർജസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ബ്രോക്കറേജ് അല്ലെങ്കിൽ നമ്മുടെ ചാർജസ്. സോ ഞാൻ ഒന്നും കൂടി ബ്രോക്കറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം സെലക്ട് ചെയ്യുക. നമ്മുടെ പൈസയാണ്, നമ്മളാണത്, ആ ക്യാപിറ്റൽ എമൗണ്ട് നമ്മളാണ് എപ്പോഴും സേഫാക്കി വെക്കേണ്ടത്. ഒരിക്കലും ഉള്ള എമൗണ്ട് സേഫാക്കാൻ നോക്കുക. നമുക്ക് നഷ്ടം വരാതെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കാം. പക്ഷേ ഉള്ള എമൗണ്ട് എപ്പോഴും സേഫാക്കാൻ വേണ്ടി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അയക്കാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.